അവൻ ഇവൻ എന്നൊക്കെ വിളിച്ച് തന്നെയാണ് പ്രസംഗിച്ചത് അവിടെ ശിവൻകുട്ടിയെ. അപ്പോൾ ആ രീതിയിലുള്ള ഭാഷാ പ്രയോഗത്തിന് എതിരെ വലിയ വിമർശനം ആ ദിവസം തന്നെ ഉയരുകയും ചെയ്തു. ധാരാളം നിരീക്ഷകരായാലും രാഷ്ട്രീയ നിരീക്ഷകരായാലും മാധ്യമങ്ങളായാലും ഒക്കെ ആ ഭാഷയ്ക്കെതിരെ ആ ഭാഷയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് വാർത്തകൾ കൈകാര്യം ചെയ്തത്. അതും അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ എന്നിട്ടും വി ശിവൻകുട്ടി അദ്ദേഹത്തെ വീണ്ടും അതായത് ഈ പ്രകോപനം വന്നപ്പോൾ പിന്നെ വി ശിവൻകുട്ടിക്ക് തിരിച്ചു മറുപടി പറയാം. ആ മറുപടിയും കനപ്പിച്ച് തന്നെയായി വി ശിവൻകുട്ടിയുടെ മറുപടി. നിയമത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് അദ്ദേഹം കണക്ട് ചെയ്തു സ്വാഭാവികമായി. കാരണം രംഗത്ത് നേരിട്ട് BJP-യോട് എതിരിടുന്നതിനെയാണല്ലോ പരിഹസിച്ചത്. മാത്രമല്ല ഈ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നെല്ലാം വി ശിവൻകുട്ടിക്ക് വലിയ പരിഹാസമൊക്കെ ആ നിലയ്ക്ക് വരികയാണ്. അതായത് അദ്ദേഹമാണ് BJP-യെ നിയമത്ത് തോൽപ്പിച്ച നേതാവ്. അദ്ദേഹത്തിനെ RSS അനുകൂലി എന്ന മട്ടിലൊക്കെയുള്ള അല്ലെങ്കിൽ BJP-യുമായി കോംപ്രമൈസ് ചെയ്യുന്ന ആളെന്നുള്ള മട്ടിലുള്ള പ്രചാരണമൊക്കെ ഒരു അടിസ്ഥാനം ഇല്ലാത്തതാണ്. പക്ഷേ ആ മട്ടിലുള്ള ആരോപണം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ നിയമത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു. സത്യത്തിൽ ഈ കളിയിൽ യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിനും VD സതീശനും പാളി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ട് തുടർന്നതിനെ തർക്കത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് VD സതീശന് മനസ്സിലായി. അദ്ദേഹം പതുക്കെ പിൻവാങ്ങുമ്പോൾ പോലും നിയമത്ത് കൊണ്ടുവന്ന് നിർത്തി ആ വിഷയം അവസാനിപ്പിക്കാൻ വി ശിവൻകുട്ടിക്കും കഴിഞ്ഞു. അതുകൊണ്ട് തൽക്കാലം വി ശിവൻകുട്ടിയുടെ തന്ത്രം ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ഈ വിഷയത്തിൽ വിജയിച്ചു എന്നതാണ് വാസ്തവം. പ്രകോപനത്തിൽ വീഴാതിരിക്കുന്നതാണ് ഇനി അങ്ങോട്ട് പ്രതിപക്ഷ നേതാക്കൾക്ക് നല്ലത് എന്നുള്ളതുമാണ് നമുക്കിപ്പോൾ തൽക്കാലം പറയാനുള്ളത്.